കോട്ടയത്തിന്റെ വികസനത്തിൽ നിർണായകമായ പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷം കിഫ്ബിയിലൂടെ സാധ്യമായത്. മെഡിക്കൽ കോളേജിലെ അത്യാധുനിക കെട്ടിടം 5 ജില്ലകളിലെ സാധാരണക്കാർക്ക് ഗുണം പകരുന്നതാണ്. കുമരകത്ത് പുതുതായി നിർമ്മിച്ച കോണത്താറ്റ് പാലം ജില്ലയിലെ ടൂറിസം വികസനത്തിന് നിർണായകമാണ്. നിരവധി പദ്ധതികൾ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലുമാണ്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ സർക്കാർ മേഖലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രം. കരൾ മാറ്റിവെക്കലിലൂടെ പുതിയ ചരിത്രമെഴുതിയ ആശുപത്രി. ഡോക്ടർമാരുടെ മികവ് കൊണ്ട് തന്നെ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള സാധാരണക്കാർ ഓടിയെത്തുന്ന ആശ്രയ കേന്ദ്രം. എന്നാൽ ജനത്തിരക്ക് കൊണ്ട് പലപ്പോഴും രോഗികൾ വീർപ്പുമുട്ടി. കാലങ്ങളായുള്ള ഈ പ്രതിസന്ധിക്കാണ് കഴിഞ്ഞ ദിവസം പരിഹാരമായത്. കിഫ്ബിയിൽ നിന്നും 257 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച സർജിക്കൽ ബ്ലോക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നാടിന് സമർപ്പിച്ചത്. നേരത്തെ പ്രസ്താവിച്ചതുപോലെ 257 കോടി രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കിയ വിവിധ പദ്ധതികൾ എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായി അറിയിക്കുന്നു. പുതിയ കെട്ടിടം വന്നുവെന്ന് മാത്രമല്ല, അനുബന്ധ പദ്ധതികളും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാത്ത് ലാബിനായി 7.88 കോടി രൂപ, 6 കോടി രൂപ ചെലവിട്ട് പാരാമെഡിക്കൽ ഹോസ്റ്റൽ, 4.28 കോടി രൂപ ചെലവിട്ട് ക്യാൻസർ ബ്ലോക്കിൽ ആധുനിക CT സ്കാനിംഗ് സംവിധാനം എന്നിവയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 1.25 കോടി രൂപ ചെലവിട്ട് നവീകരിച്ച പ്രധാന കവാടം, 1.20 കോടി രൂപ ചെലവിട്ട് ഗൈനക്കോളജി വിഭാഗത്തിൽ ഒരുക്കിയ മാതൃ നവജാത ശിശു സംരക്ഷണ യൂണിറ്റ് എന്നിവയും നാടിന് സമർപ്പിച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ് കുമരകം. പക്ഷേ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർ പലതവണ വന്നു പോയിട്ടും ഇവിടേക്കുള്ള റോഡുകളുടെ സ്ഥിതി പരിതാപകരമായിരുന്നു. കുമരകത്തിന്റെ കവാടമായ കോണത്താറ്റ് പാലമായിരുന്നു പ്രധാന ശാപം. കേവലം 4 മീറ്റർ മാത്രമായിരുന്നു പാലത്തിന്റെ വീതി. ഇത് പൊളിച്ചു കളഞ്ഞ് 13 മീറ്റർ വീതിയിലാണ് പുതിയ പാലം നിർമ്മിച്ചത്. കുമരകത്തിന്റെ വികസനത്തിൽ തന്നെ നിർണായകമാണിത്. ഈ പദ്ധതിക്കും കൈത്താങ്ങായത് കിഫ്ബി തന്നെ. 107 മീറ്റർ നീളത്തിൽ പാലം നിർമ്മിക്കുന്നതിനായി 29.49 കോടി രൂപയാണ് കിഫ്ബി നൽകിയത്. കഴിഞ്ഞ ദിവസം കുമരകത്ത് നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കിഫ്ബി വഴി 528 പദ്ധതികൾക്കായി 46,145 കോടി രൂപയാണ് PWD മാത്രമായി അനുവദിച്ചത്. PWDക്ക് മാത്രമായി കിട്ടിയതാണ് ഞാനിവിടെ പറഞ്ഞത്. 46,145 കോടി, 528 പദ്ധതി. ഇതൊക്കെ ഒരു 10-30 കൊല്ലം കഴിഞ്ഞ് വരേണ്ട പദ്ധതികളാണ്. കാരണം കേരളത്തിന്റെ ഒരു സ്ഥിതി വെച്ച് ഇതിനൊക്കെ ഫണ്ടില്ല. അവിടെയാണ് കിഫ്ബി വന്നു. കിഫ്ബിയിലൂടെ 30 കൊല്ലം അപ്പുറത്തേക്കുള്ള വികസനം യാഥാർത്ഥ്യമാക്കാനാണ്. സ്ഥലം MLA-യും സഹകരണ വകുപ്പ് മന്ത്രിയുമായ VN വാസവനാണ് പദ്ധതിക്കായി എല്ലാ ശ്രമങ്ങളും നടത്തിയത്. കിഫ്ബി വഴി 120 കോടി രൂപ അനുവദിച്ച് കോട്ടയം കുമരകം റോഡ് വീതി കൂട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി പ്രഖ്യാപിച്ചു. കച്ചവടക്കാർക്കുൾപ്പെടെ ഉചിതമായ നഷ്ടപരിഹാരം നൽകിയായിരിക്കും സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുക. ഏതായാലും കോട്ടയം ജില്ലയ്ക്ക് മാത്രമല്ല, വിദേശ വിനോദസഞ്ചാരികൾക്ക് പോലും ഗുണകരമാകുന്ന പദ്ധതിക്കാണ് കിഫ്ബി ഫണ്ട് ഉപകാരമായത്. News 18 കോട്ടയം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.